ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കൊരു 3 മുട്ടയും കുറച്ച് 2, 3, 4 പപ്പടവും കൂടെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല കിട്ടിലൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ആദ്യം മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ 3 മുട്ട അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മുട്ട കുക്കറിൽ പുഴുങ്ങിയെടുക്കാം കേട്ടോ, അതാകുമ്പോൾ വളരെ എളുപ്പമാവും. പിന്നെ ഞാൻ കുറച്ച് സമയമുള്ളത് കൊണ്ട് അല്ലാതൊക്കെ പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയൊക്കെ മുങ്ങാനും പാകത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് അങ്ങോട്ട് അടുപ്പത്തേക്ക് മാറ്റാം. മുട്ട പുഴുങ്ങുന്നതൊക്കെ എന്താണ് ഇത്ര കാണിക്കാതിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരോട് ചുമ്മാ ഞാൻ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാര്യം ഈ പപ്പടം ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനൊരു 4 പപ്പടമാണ് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം അത് ഞാൻ അങ്ങോട്ട് ഓരോന്നും ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പപ്പടമൊക്കെ ഒന്ന് മുറിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് പിന്നെ ഒന്ന് കൈവച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പോൾ കറക്റ്റ് നല്ലൊരു ഷേപ്പിനൊക്കെ കിട്ടണമെങ്കിൽ ആദ്യം ഒന്ന് അരിഞ്ഞിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ പപ്പടമല്ല ഇതുപോലൊന്നും അങ്ങ് പൊരിച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി അതേ എണ്ണയിലോട്ട് അതിൽ നിന്ന് കുറച്ച് എണ്ണ ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. കുറച്ചധികം എണ്ണ ആയതുകൊണ്ട് ബാക്കി എണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണൊക്കെ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു സവാള ഒന്ന് കുനുകുനാന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. സവാളയ്ക്ക് ഒന്ന് വഴണ്ട് വരട്ടെ, അതുവരെ നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ്ട് സവാളയൊക്കെ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമല്ലോ, ആ ഒരു സ്റ്റേജ് വരെ നല്ല പോലെ അങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട കണ്ടോ, നന്നായിട്ട് ഞാനൊന്നങ്ങ് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്നങ്ങ് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വഴണ്ട് വരുന്നവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 1 ടീസ്പൂണൊക്കെ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 1 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി അതും കൂടെ ചേർത്തിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരു ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ദാണ്ട പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്ക് ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പിലും 1/4 കപ്പിലും താഴെയായിട്ട് വെള്ളം ചേർക്കുന്നുള്ളൂ. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് ഇതുപോലെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ചൊന്ന് വറ്റിച്ചെടുക്കണേ. അപ്പോൾ മസാലയൊക്കെ ഒന്ന് വെന്ത് കുറച്ചൊന്ന് ലൂസായിട്ട് കിട്ടും. ഇതുപോലെ ഒന്ന് കിട്ടും, ഒരുപാട് ഡ്രൈ ആവാത്ത രീതിയിൽ കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമ്മളിവിടെ നേരത്തെ പുഴുങ്ങാൻ വെച്ചിരുന്ന മുട്ട ഞാൻ അതിൻ്റെ തൊലിയൊക്കെ തോടൊക്കെ കളഞ്ഞ് ഇതുപോലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് നീളത്തിലാണ് മുട്ട അരിഞ്ഞെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് പപ്പടം ചേർത്ത് കൊടുക്കാം. ഒരു 4 പപ്പടം ഇതുപോലെ ഞാൻ കൈവച്ചൊന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട്. തീരെ അങ്ങ് ചെറിയ കഷ്ണങ്ങളല്ല, അത്യാവശ്യം വലുതായിട്ടൊക്കെ തന്നെയാണെന്ന് പൊടിച്ചിടുന്നത്. അപ്പോൾ ഒരു 4 പപ്പടം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മസാലയായിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്.
അപ്പം ഞാൻ ഇതിലേക്ക് ഒരു സാധനം ചേർക്കാൻ മറന്നു കേട്ടോ, കുറച്ച് ഉപ്പാണ്. അതുകൊണ്ട് ഫൈനൽ സ്റ്റേജിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ മസാലയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഒരല്പം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഞാനിത് ലാസ്റ്റാണ് ചേർക്കുന്നത്. അപ്പം ഈ പപ്പടത്തിലൊക്കെ കുറച്ച് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. മുട്ടയും പപ്പടവും കൂടെ ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇത്രയേ ഉള്ളൂ പരിപാടി. കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. അപ്പോൾ അതാണ്ട് ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് കേട്ടോ. മുട്ട റോസ്റ്റ് എന്നോ മുട്ട പപ്പട റോസ്റ്റ് എന്നൊക്കെ പറയും. ഇതിനെന്ത് പേരിട്ട് വിളിക്കണമെന്ന് നിങ്ങൾ തന്നെ അങ്ങോട്ട് വിളിച്ചോളൂ കേട്ടോ. അതിനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, പക്ഷെ ടേസ്റ്റ് നല്ല അപാരമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.